മധുചേട്ടാ മഞ്ചേരി, നമുക്കിന്ന് നമ്മുടെ എല്ലാവരുടെയും അഹങ്കാരമായ 2 നർത്തകിമാരെ കയ്യിൽ ഇങ്ങനെ കിട്ടിയിട്ട് അവരുടെ 2 ചൂടുകൾ ഈ വേദിയിൽ വെച്ച് നമുക്ക് കാണണ്ടേ? അല്ലെങ്കിൽ ഈ വേദിക്കല്ല അതിന്റെ ഒരു മോശം, പിന്നെ അല്ലാതെ. അപ്പോ ആശ ചേച്ചി, ലക്ഷ്മി ചേച്ചി, നിങ്ങൾ 2 പേരെയും ഈ വേദിയിൽ ഒരു ചെറിയ കുറച്ച് ചൂടുകൾ വെക്കാനായിട്ട് നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മള് പ്രിപ്പയർഡ് ഒന്നും അല്ല, ചെറുതായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ലക്ഷ്മി ഇവിടെ വന്നിട്ട് നമ്മള് ഡാൻസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു നഷ്ടമായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. ജഡ്ജസ്, അടുത്ത മത്സരാർത്ഥി ഗോൾഡൻ ബസർ അടിക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടാണ് വരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഗോൾഡൻ ചൈൽഡിൽ ഇരുന്ന് ആളെ മാറ്റിയിട്ടാണ് ശ്രുതി എത്തിയത് അവിടെ. അപ്പൊ ആ ആളെയാണ് നമ്മൾ ഈ മത്സരാർത്ഥിയായിട്ട് വിളിക്കുന്നത്. എന്നാ വിളിച്ചാലോ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ഇത്തവണ ഞാൻ പാടാൻ പോകുന്നത് ജോൺസൺ മാസ്റ്റർ റൗണ്ടിലാണ്. ഇതിനായി ഞാൻ സെലക്ട് ചെയ്ത പാട്ട് സ്വർണ്ണമുകില എന്ന് പറയുന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ജാനകി അമ്മയാണ്. ഒത്തിരി സങ്കടം നിറഞ്ഞ പാട്ടാണ്. അതേ ഫീലോട് കൂടി തന്നെ ഫ്ലോറിൽ പാടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തൊരു കളർ കോമ്പിനേഷൻ, ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ. ഇത് ഇതിനായിട്ട് ചെയ്യിച്ചതായിരിക്കും അല്ലെ ആതിര? സ്വന്തമാണോ? അല്ല, എന്റെ ചേച്ചിന്റെ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ മലയാളികളുടെ ശരിക്കും തമിഴരുടെ വേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എപ്പോഴും നമ്മുടെ മലയാളി പെൺകുട്ടികൾ ഉടുക്കാറുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാതിരിക്കോ? ഏത് പാട്ടാണ്? സ്വർണ്ണമുകിലെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ
സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? Very nice, very nice. Good, good. Musical vibe. Mega finally. സ്വർണ്ണമുഖിലേ ഓ നന്നായി പാടിയോ? അത്യാവശ്യം നന്നായി പാടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് കടക്കാം. ഓക്കെ. ആരിൽ നിന്ന് തുടങ്ങണം? ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചി, ഇന്നത്തെ ഹൈലൈറ്റ് ലക്ഷ്മി ചേച്ചി ആണല്ലോ. അപ്പൊ ചേച്ചി തുടങ്ങിക്കോളൂ. ആതിര ചേച്ചി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആതിര താങ്ക് യു ചേച്ചി. ഈ പാട്ടും പാടിയ ഒരു രീതി വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഫീലോട് നീ പാടി. താങ്ക് യു ചേച്ചി. ആ ചേച്ചി ഞാൻ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, ഒരു കുഞ്ഞു വാവയില്ല ആതിരക്ക്. എത്ര വയസ്സുള്ള വാവയാണ്? രണ്ടാള്. ആണോ? എത്രയൊക്കെ വയസ്സായി? മൂത്താൾക്ക് 8 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് ഇപ്പൊ 2.5 വയസ്സ്. ഈ 2 കുഞ്ഞുവാവകളെ വെച്ചിട്ട് എങ്ങനെയാ മോളെ പാട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്? ഞാൻ കിച്ചണിലെ പണിയും മക്കളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനാണ് മക്കളെ നോക്കുക. ആ സമയത്ത് ഇരുന്ന് പഠിക്കും. അല്ലെങ്കിൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റ് ആവും, അത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കും. സൂപ്പർ സിംഗിങ് കേട്ടോ, അസലായിട്ട് പാടി മോള് കേട്ടോ. താങ്ക് യു. മച്ചേട്ടാ നല്ല ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു സർ. അപ്പൊ ആതിര ഇത് നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്തു. പിന്നെ ആ സ്വപ്നം പല്ലവിയിൽ അങ്ങനെ സ്വപ്നത്തിൽ തള്ളി നീങ്ങി വരുന്നുണ്ടായിരുന്നു. മൂകവേദന, അവിടെ കുറച്ച് ശ്രുതി പ്രോബ്ലം എനിക്ക് തോന്നി. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. നല്ല ഉഗ്രം വോയിസ് ആണ് ആതിരയുടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിലാണ് പാട്ട് പഠിക്കുന്നതും എല്ലാം. എന്നിട്ടും ഇത്ര നന്നായിട്ട് പാടിയതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേട്ടോ. താങ്ക് യു മച്ചേട്ടാ. മഞ്ജരി, സംഗീതം കൂടെ ഉണ്ടാവണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നാണ് അതിനർത്ഥം. അത് ആതിര മനോഹരമായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആതിര ഇത്തരത്തിലുള്ള പാട്ടുകൾ എപ്പോഴും ഭംഗിയായിട്ട് പാടാറുള്ളതാണ്. ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ശ്വാസം ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നി. കാരണം ചില ഭാഗങ്ങളൊക്കെ ഒരുമിച്ച് പാടാമായിരുന്നു. അത് ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് ആതിര. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ ഈസി ആയിട്ട് പാടാമെന്നേ ഉള്ളൂ ആതിരയ്ക്ക്. ആതിരയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആതിരയ്ക്ക് ഇപ്പോൾ ഓരോ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോഴും ഗോൾഡൻ ബസർ കിട്ടുമ്പോഴും ഒക്കെ ലോട്ടറി അടിച്ച പോലെയല്ലേ? ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, നിങ്ങൾ ഈ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്തു? കുറെ പേര് പറഞ്ഞു ടൂറൊക്കെ പോകണമെന്ന്. ആതിര എന്ത് ചെയ്തു? കുറച്ച് ലോൺ ഉണ്ടായിരുന്നു, അത് അടച്ചു തീർത്തു. ഗുഡ് ഗേൾ. സംഗീതം കൊണ്ട് ജീവിതം എപ്പോഴും ഒരു നല്ല സ്ഥലത്തേക്ക് എത്തുള്ളൂ. അല്ല, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏട്ടന് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സാമ്പത്തികപരമായിട്ട്. അതെ. അതുകൊണ്ട് ആതിരയ്ക്ക് ഇനി ഒരുപാട് ഷോസ് കിട്ടട്ടെ. ഒരു കടവും നമ്മുടെ കൂടെ വേണ്ട. എല്ലാ ഷോസൊക്കെ വന്ന് ഒരു ഗ്രേറ്റ് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ ആതിര. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. അപ്പൊ ആതിര, എന്തായാലും കമന്റ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റിസൾട്ട് ആണ്. എന്ത് തോന്നുന്നു കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട്? പ്രശ്നമുള്ള കമന്റ്സ് ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കുമെന്ന്. അങ്ങനെ ബാധിച്ചു കാണോ? അറിയില്ല. അപ്പൊ റിസൾട്ട് പറയട്ടെ. എന്റെ കണ്ണിൽ നിന്ന് എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് വായിച്ചെടുക്കൂ. വായിച്ചെടുക്കാനോ? അതെ, എസ് എഴുതി വെച്ചേക്കാണ്. ഉണ്ടക്കണ്ണായോണ്ടോ കൊറേ സ്പേസ് ഉണ്ടല്ലോ. അതെ, അതുകൊണ്ടാ. പെട്ടെന്ന് വായിക്കി, സമയമില്ല. അങ്ങനെ വായിച്ചിട്ട് പറ, കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് പോലെ പറയട്ടെ. ഓക്കെ. ആതിര, you are safe. ഓക്കെ, അപ്പൊ ആതിര എന്തായാലും ഈ റൗണ്ട് നമ്മൾ താണ്ടി കടന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം ഇങ്ങനെ പൊടിപൊടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തതായി ഒരു തകർപ്പൻ പെർഫോമൻസിനായി നമ്മുടെ മത്സരാർത്ഥി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെപ്പി സോങ് റൗണ്ടിൽ അടുത്തതായി മത്സരിക്കാൻ വരുന്നു അമൃത ജയകുമാർ.
ഇത്തവണ പെപ്പി സോങ് റൗണ്ടാണ്. ഈ തണലിൽ ഇത്തിരി നേരം എന്ന മൂവിയിലെ മാനം മണ്ണിൽ എന്ന സോങ് ആണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റേജിൽ കാണാം. Musical vibe. Mega finally. അതെ, ഹാപ്പി ആയിട്ടാണല്ലോ അമൃത വരുന്നത്. അതെ, കഴിഞ്ഞ വീക്ക് എലിമിനേഷൻ പോയി തിരിച്ചു വന്നതിന്റെ ഒരു സന്തോഷവും കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് അല്ലേ? നമ്മളൊരു റാംബോക്കൊക്കെ കാണുന്ന പോലെ അല്ലേ? അതെ 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 അതെ. എന്താണത്, അടിപൊളി. കഴിഞ്ഞ തവണ മുടി സിൽക്ക് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം? ഒരു വെറൈറ്റി അതിനുള്ളിൽ വല്ലതും വെച്ചിട്ടുണ്ടാ? അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പൊക്കി ആണോ? എന്തൊക്കെയാ അറിയേണ്ടത്? അല്ല, അറിയണ്ടേ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മുടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.
Very nice, nice, nice. Wow, wow, musical vibe. അമൃത Thank- എങ്ങനെ ഉഷാറായിട്ട് പാടിയില്ലേ? ആ ഉഷാറായിട്ട് പാടി. പ്രശ്നങ്ങളൊക്കെ സ്വന്തമായിട്ട് വിലയിരുത്തിയോ അതോ പ്രശ്നങ്ങൾ ഉണ്ടായോ? ഇടയ്ക്കൊന്ന് ഏഡറൊക്കെ ചെയ്തു. ഓ മതിച്ചേട്ടാ. അമൃത, സർ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല രസമുണ്ട് കാണാൻ. പാട്ട് നന്നായിട്ട് പാടി, ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഒരു എനർജി വേണം തോന്നി. വോയിസ് ഇത്തിരി ഇങ്ങനെ ഒതുക്കി പാടുന്ന പോലെ തോന്നി. ഇങ്ങനത്തെ പാട്ട് കുറച്ച് വോയിസ് ഓപ്പൺ ആയിട്ട് വേണം പാടാനായിട്ട്. കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ട് പാടിയാലേ ഇതിനൊരു പഞ്ചുണ്ടാവുള്ളൂ. പല സ്ഥലത്തും ശ്രുതി പ്രോബ്ലം ഉണ്ട്. സ്വപ്നം നെയ്യുന്നുള്ള ലാൻഡിങ് നോട്ട്സ്, തളിർമരങ്ങൾ, താലമേന്തി, സെക്കൻഡ് ടൈം ശ്രുതി പ്രോബ്ലം. പിന്നെ ഈ ബേസ് നോട്ട് എത്താനായിട്ട് പാടുപെടുന്നുണ്ട്. നിൻ കയ്യിൽ, അതുപോലെ തന്നെ ഉടൽ പുലുകി പൊതിയും ആ ഭാഗം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ. കുറച്ചും കൂടി ഇതിന് ഈ പാട്ടിന് വേണ്ടത് ഇപ്പോൾ പെപ്പി സോങ് അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജോഷ് അതിൽ വേണം. അത് ഇത്തിരി കുറവായിട്ട് എനിക്ക് തോന്നി. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മതിച്ചേട്ടാ. മഞ്ജരി നന്നായി പാടിയ അമൃത, താങ്ക് യു ചേച്ചി. അസലായിരുന്നു സോങ് സെലക്ഷൻ. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഈ പാട്ട് ആരും അങ്ങനെ പാടി കേട്ടിട്ടില്ല. ഞാനും അതെ, അധികം ആരും പാടി കേട്ടിട്ടില്ല. അതെ, അത് അമൃത നന്നായി പാടി. എനിക്ക് മധുചേട്ടൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു വോയിസ് ത്രോ ആവാമായിരുന്നു എന്ന് തോന്നി. പല സ്ഥലങ്ങളിലും ശ്രുതി ചേരായിക വന്നിട്ടുണ്ട്. അത് ഉടനീളെ ആ പാട്ടിന്റെ അങ്ങോട്ട് പോകും തോറും അത് ക്ലിയർ ആവുമല്ല, എല്ലായിടത്തും ഇതേ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോബ്ലം നിൽക്കുകയാണ്. അപ്പൊ അത് അമൃത ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഡാൻസിൽ ശ്രദ്ധ കൂടിയിട്ടാണോ, എന്തായാലും ഈ ഒരു എഫേർട്ടിനാണ് ഏറ്റവും വലിയ കൈയടി പോകുന്നത്. താങ്ക് യു ചേച്ചി. ഓക്കെ, ഓക്കെ ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ ചേച്ചി ഒരു ക്യൂട്ടായിരുന്നു, ഭയങ്കര ഒരു കൗതുകം തോന്നുന്നുണ്ടായിരുന്നു അമൃതക്കുടിയുടെ പെർഫോമൻസിൽ. എനിക്ക് കണ്ടപ്പോൾ തോന്നി എന്താ പറയുക, അച്ചോടാന്ന് പറയാനാണ്. അത്ര സ്വീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അമൃത നന്നായിരുന്നു. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ വളരെ ഗുഡ് പെർഫോമർ ഉണ്ട്. അതെ, എല്ലാ കണ്ടസ്റ്റൻസും ഉള്ള അതെ, ഒരു ഹീറോയിൻ ഉണ്ട്. ഐ തിങ്ക് അത് ഞാൻ കാണാനുണ്ട്. എല്ലാവരും ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ, ആ ഒരു ട്രൈങ് ടു പെർഫോം, ട്രൈങ് ടു എൻജോയ്, ആ സ്പിരിറ്റ് കൊണ്ടുവരാൻ ഈസി അല്ല, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു നമ്പേഴ്സിൽ അല്ലേ. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. ഇനി റിസൾട്ട് അറിയാനുള്ള സമയമാണ്. എന്തായിരിക്കും റിസൾട്ട്? നോക്കാം. ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? കുറച്ച് പ്രശ്നമായിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നോ? പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്. അതെ. പാട്ട് പാടി തിരിച്ചെത്തിയ ആളാണ് അല്ലേ? അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വീണ്ടും ആ വഴിക്ക് തന്നെയാണോ നമ്മുടെ പോക്ക്? റിസൾട്ട് പറയട്ടെ. ഓക്കെ അമൃത, ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ഓക്കെ, പക്ഷെ നമ്മൾ തിരിച്ചു വരും. ഓൾ ദി ബെസ്റ്റ്. ഇതൊരു ശീലമായോ അമൃത? അമൃത, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം, ഇന്നത്തെ മത്സരം അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേൾക്കാം. ജോൺസൺ മാഷിന്റെ ഇറ്റ്സിലാണ് നമ്മുടെ അടുത്ത മത്സരം അടുത്ത് ഇവിടെ പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം നിഖില. ഈ റൗണ്ടിൽ ഞാൻ പാടുന്നത് ഈ പുഴയും കടന്നെന്ന ഫിലിമിലെ യേശുദാസ് സാർ പാടിയ പാതിര പുള്ളോണർന്നു എന്ന സോങ് ആണ്. ഇപ്രാവശ്യം അടിപൊളിയായിട്ട് പാടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിഖില, എന്തോ ആള് ചെറുപ്പായില്ലോ, ഒന്നും കൂടി ചെറുപ്പായില്ലോ അല്ലേ? കുഞ്ഞായി വന്നോണ്ടിരിക്കുക. താങ്ക് യു. ഏത് പാട്ടാണ്? പാതിര പുള്ളോണർന്നു. എന്റെ ഫേവറേറ്റ് സോങ് ആണ്. ബ്യൂട്ടിഫുൾ സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കോട്ടിലെ കാറ്റുണർന്നു ചന്ദനജാലകം തുറക്കൂ നിൻ ചെമ്പകപ്പൂമുഖം വിടർത്തൂ നാണത്തിൻ നെയ്ത്തിരി കൊളുത്തൂ ഈ നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ അഴകൊഴിയും മിഴികളുമായി കുളിരണിയും മൊഴികളുമായി ഒരു മാത്രയെന്നെയും ക്ഷണിക്കൂ ഈ രാത്രി ഞാൻ മാത്രമായി പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു അഞ്ജനക്കാവിലെ നടയിൽ ഞാൻ അഷ്ടപതിലയം കേട്ടു അന്നു തൊട്ടിൻ കരൾ ചിമിഴിൽ നീ ആർദ്രയം രാധയായി തീർന്നു പുഴയൊഴുകും വഴിയരികിൽ രാക്കടമ്പിൻ പൂമഴയിൽ മുരളികയോതി ഞാൻ നിൽപ്പൂ പ്രിയമോടെ വരുകില്ലയോ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു Very nice, very nice. Good, good. Whoa, whoa, musical vibe. Hey, mega finally. നിഖില, അങ്ങനെ ജോൺസൺ മാഷ് ഹിറ്റ്സിലെ നല്ലൊരു പാട്ട് പാടി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നന്നായോ? കുഴപ്പമില്ല പറഞ്ഞതിലൊരു കുഴപ്പമുണ്ടല്ലോ ഇല്ലേ? എന്തെങ്കിലും സ്വയം കണ്ടെത്തിയോ പാടുന്ന നേരത്ത്? പ്രാക്ടീസ് ചെയ്ത ആ ഒരു ഫ്ലോ വന്നില്ല. ഏ വരല്ലേ തെരിയാത് ഏ വരല്ലേ? പാട്ട് അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നിയത്, നിഖില പാടുമ്പം നിഖില കുറച്ചുകൂടി ഒന്ന് ഇൻവോൾവ് ആവാമായിരുന്നു പാട്ടിൽ. ആ ഒരു ഫീല് കുറച്ചുകൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഇതിനെക്കാട്ടിലും നന്നായേനെ. എനിക്ക് നിഖില കുറച്ച് ടെൻഷൻ അടിച്ച് പാടിയ പോലെ തോന്നിയത്. ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ശ്രുതി ചേരായികയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം ഈ വേദിയിലാവണമെന്നില്ല, വേറെ ഏതെങ്കിലും വേദിയിൽ പാടുമ്പോൾ ആ ഒരു ഫീൽ ആലോചിച്ച് പാടാം. പ്രണയം അങ്ങ് ഭർത്താവിനെ അങ്ങ് പ്രണയിച്ചേക്കും, വല്ലാണ്ട് അങ്ങ് പ്രണയിച്ചേക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു മഞ്ജരി. മത്സേട്ടാ. നിഖില, ചേട്ടാ. എനിക്കും വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. പാതിര പുള്ളുണർന്നു, അത് പരൽ മുല്ലക്കാടുണർന്നു. അത് ഏതോ ഒരു പല്ലവിയിൽ അത് മുല്ല എന്നുള്ളത് ചേർന്നില്ല. ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. നിഖിലേക്ക് ഇതിനേക്കാളും നന്നായിട്ട് ഈ പാട്ട് പാടാൻ സാധിക്കും. കുറച്ചും കൂടി ധൈര്യത്തോടു കൂടി കുറച്ചും കൂടി ഫീലൊക്കെ കൊടുത്ത് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജേട്ടാ. ആശേച്ചി. നിഖില ചേച്ചി. എല്ലാവരും ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രണയഗാനമാണ്. എത്ര കേട്ടാലും നമുക്ക് മതിവരാത്തൊരു ഗാനമാണ്. അതുകൊണ്ട് അതിൻ്റെ ഓരോ തുമ്പും മൂലയും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് അവിടെ പ്രോബ്ലം ഉണ്ടോ ഇവിടെ പ്രോബ്ലം ഉണ്ടോ എന്ന് കേൾക്കുന്ന സാധാരണക്കാർക്ക് വരെ അതുകൊണ്ടാണ്. മോള് നന്നായിട്ട് തന്നെ പാടി. ഞാൻ ഈ പറഞ്ഞൊരു കാരണം ഉള്ളതുകൊണ്ടാണ് അത്രയും ഒരു ക്ലാരിറ്റി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു പാട്ടിന്റെ മഹത്വം കൊണ്ടാണ്, ജോൺസൺ മാഷിന്റെ സംഗീതത്തിന്റെ മഹത്വമാണ്. കേട്ടോ? ഓൾ ദി ബെസ്റ്റ് ചക്ര, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ലക്ഷ്മി ചേച്ചി. നിഖില വളരെ സ്വീറ്റ് വോയിസ് ആണ്. ആൻഡ് ഈ പാട്ട് അവർ പറഞ്ഞതുപോലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്സ് ഓഫ് ജോൺസൺ മാസ്റ്റർ. വളരെ നന്നായിട്ട് പാടി. അവരെ പറഞ്ഞത് കറക്ഷൻസ് എല്ലാം ശ്രദ്ധിച്ചാലേ മേ ബി യു കൻ സിംഗ് മോർ. നിഖില, ഓൾ ദ വെരി ബെസ്റ്റ്. നിഖില, അപ്പൊ ഇനി റിസൾട്ടിനുള്ള സമയമാണ്. ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടതനുസരിച്ച് കുഴപ്പിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കുമോ? അറിയില്ല, നോക്കാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന നമ്മുടെ ഷോ അന്തിമഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഓരോ പിഴവുകളും നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. അതുകൊണ്ട് നിഖിലയുടെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് ഇട്ടിരിക്കുന്ന മാർക്കുകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ നിഖിലയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ഓക്കെ, പക്ഷെ നമ്മൾ തിരിച്ചു വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ നമ്മുടെ മത്സരത്തിന് ശേഷമുള്ള ഇന്നത്തെ എലിമിനേഷൻ ദാ ഇവിടെ ആരംഭിക്കുകയാണ്. ജഡ്ജസ്, നമ്മളിതാ ഇന്നത്തെ എലിമിനേഷൻ ഇവിടെ തുടങ്ങുവാണ്. അപ്പോ എലിമിനേഷനിൽ എത്തിയിട്ടുള്ള 3 മത്സരാർത്ഥികളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അമൃത, നിഖില, ഒപ്പം ശ്രീകുട്ടി. എല്ലാരും ഒന്ന് ചിരിച്ചേ. ഇതെന്താ എല്ലാരും ഭയങ്കര ദുഃഖത്തിൽ കടന്നു വന്നിരിക്കുന്നേ? നമ്മളിതാ പാട്ട് പാടി എല്ലാരും ഞെട്ടിച്ചതാ തിരിച്ച് അവരുടെ കൂടെ വന്നിരിക്കേണ്ട ആൾക്കാരാണ് ഇന്ന് തന്നെ. അല്ലേ അല്ലേ ശ്രീകുട്ടി? അല്ലേ അമൃത? അല്ലേ നിഖില? അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മളിപ്പോഴും പറയാറുള്ള പോലെ ഇന്നത്തെ ദിവസത്തിൽ വന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ 3 പേരാണ് ഇന്ന് ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്ക് ഇനി ഒരവസരം കൂടിയുണ്ട്. അവസരം മാക്സിമം യൂസ് ചെയ്യുക, തിരിച്ച് കയറുക. ഓക്കെ ഓക്കെ. അപ്പൊ അറിയാലോ, ഇന്നു മുതൽ നമ്മൾ എലിമിനേഷൻ സമയത്തും കുറച്ച് ടഫ് ആയിരിക്കും. കാരണം നമ്മൾ ഇത്ര നാൾ പാടിയതുപോലെയല്ല, വിത്ത് മ്യൂസിക് ആണ് നിങ്ങൾ ഇനി പാടേണ്ടത്. അപ്പോ ആ പാട്ട് പാടുക, ജഡ്ജസിന് വീഴ്ത്തുക. അപ്പൊ ജഡ്ജസ്, ഇവരിൽ ആരാണ് ആദ്യം പാടേണ്ടത്? അവരോട് തന്നെ ചോദിക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആർക്കാണ് ആദ്യം പാടേണ്ടത്? ധൈര്യം പാടും, ശ്രീകുട്ടി പാടും. ഓക്കെ, അപ്പൊ ശ്രീകുട്ടി, അപ്പൊ ഈ സ്റ്റേജ് വിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും അവിടെ റെസ്റ്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ശ്രീകുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. ഓൾ ദി ബെസ്റ്റ് മോളെ. തങ്കത്തോണി തേന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൻ പാൽക്കാവടിയും കണ്ടേ, കന്നീലക്കൊമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടി കൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താറുണ്ടേ. തങ്കത്തോണി തേന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൻ പാൽക്കാവടിയും കണ്ടേ.
മലയോരം കണ്ടേ പാലക്കൊമ്പിൻ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കൊമ്പിലിൽ മുള്ളില്ല പൂവുണ്ടേ ഇടനെഞ്ചിൻ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാതെന്നത്താറുണ്ടേ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൻ പാൽക്കാവടിയും കണ്ടേ. നൈസ് നൈസ് ഗുഡ്. അപ്പൊ എന്നാ അടുത്തത് അമൃത വരട്ടെ. ആ ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ. ആ ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ. മലരേ തേൻ മലരേ മലരേ വന്നു പൂവണി മാസം വന്നു പൂവണി മാസം വന്നു സുരഭില മാസം തൻ തമ്പുരു വീട്ടി കുരുവി താളം കൊട്ടി അരുവി ആശകളും ചൂടി വരവായി ശലഭം വന്നു പോയി ആനന്ദഗീതാമോഹനൻ. മലരേ തേൻ മലരേ മലരേ ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ. മലരേ തേൻ മലരേ മലരേ. ഗുഡ് ഗുഡ് നൈസ് നൈസ് അമൃത. താങ്ക് അപ്പൊ അടുത്തതായിട്ട് നിഖില വരട്ടെ. നിഖില. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചി
ആലോലം കാറ്റ്. വെരി നൈസ്, വെരി വെരി നൈസ്. നൈസ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഡേഞ്ചർ സോണിലെത്തിയ നമ്മുടെ 3 മത്സരാർത്ഥികളുടെയും പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ 3 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമൃത, നിഖില, ഒപ്പം ശ്രീകുട്ടി. നിഖില, അമൃത, ശ്രീകുട്ടി, നിങ്ങൾ 3 പേരും നമുക്കെല്ലാവർക്കും അറിയാം ഈ ഡേഞ്ചർ സോൺ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലെ കാണേണ്ട ആൾക്കാരല്ല. കാരണം 3 പേരും ഇതിനു മുമ്പ് പാട്ടുപാടി നിങ്ങളുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് വന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം നിങ്ങൾ 3 പേരും ഇവിടെ എത്തി. അതുകൊണ്ട് റിസൾട്ടും കുറച്ച് പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു, നമ്മൾ ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മുടെ മത്സരം കുറച്ച് ടൈറ്റ് ആക്കുകയാണ്. നിങ്ങൾക്ക് വരുന്ന ചെറിയ പ്രശ്നത്തിന് പോലും നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. പിന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ നേരത്ത് ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെറിയ പ്രശ്നമായി കണ്ടിരുന്ന പല പ്രശ്നങ്ങളും ഇനി മുതൽ അത് വലിയ പ്രശ്നങ്ങളായി കാണേണ്ടി വരും. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാണിംഗ് തന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും കാണാത്ത രീതിയിൽ 3 പേരാണ് ഈ പ്രാവശ്യം ഡേഞ്ചർ സോണിൽ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് റിസൾട്ടും കുറച്ച് വിഷമം നിറഞ്ഞതാണ്. നിങ്ങൾ 3 പേരിൽ ആരിവിടെ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാലും നമുക്കെല്ലാവർക്കും താങ്ങാവുന്നതിലപ്പുറമാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു യാത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പ്രേക്ഷകരായാലും ഞങ്ങളായാലും നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ നിങ്ങളിവിടെ നിൽക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസുകൾ ഈ വേദിയിൽ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ ഡേഞ്ചർ സോണിലെത്തി. ചിലപ്പോൾ നിങ്ങളിൽ ഒരാളാകാം ഇവിടെ നിന്ന് പുറത്താകുന്നത്, ചിലപ്പോൾ 2 ആളാകാം, ചിലപ്പോൾ 3 പേരും ആകാം. എലിമിനേഷൻ എന്തായാലും ഇവിടെ ഇന്ന് സംഭവിക്കും. നിങ്ങളിൽ എത്ര പേര് ഇവിടെ നിന്ന് പുറത്താകുന്നു എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് നിങ്ങളിൽ ആരൊക്കെയോ പുറത്താകും. ശ്രീകുട്ടി നന്നായി പാടിയോ? പാടി. സേഫ് ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അറിയില്ല, എന്താണെങ്കിലും. അമൃത നന്നായി പാടിയോ? കുഴപ്പമില്ലാതെ പാടി. സേഫ് ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, എന്തായാലും നേരിടാൻ തയ്യാറാണ്. നിഖില എന്തായാലും നേരിടാൻ തയ്യാറാണ്. നിങ്ങൾ 3 പേര് നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ഡേഞ്ചർ സോണിലെ പാട്ടുകളിലും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം മുതൽ അറിയാം, പാട്ട് പാടുന്നതിൻ്റെ ഒപ്പം തന്നെ മ്യൂസിക്കും ഉണ്ട്. മ്യൂസിക്കിൻ്റെ ഒപ്പമാണ് നിങ്ങൾ പാടേണ്ടി വന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും കുറച്ച് വേദന നൽകുന്നതാണ്, യാതൊരു സംശയവുമില്ല. ഇന്ന് ഇവിടെ നിന്ന് പുറത്താകുന്നത് ശ്രീകുട്ടിയാകാം, അമൃതയാകാം, നിഖിലയാകാം, അല്ലെങ്കിൽ നിങ്ങൾ 3 പേരും ആകാം. ഈ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൻ്റെ യാത്രയിൽ ഇതുവരെ കാണാത്ത ഒരു എലിമിനേഷൻ ആയിരിക്കും ഈ ഒരു എലിമിനേഷൻ. കാരണം നിങ്ങളും പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനൊരു എലിമിനേഷൻ സംഭവിക്കുമെന്ന്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡൊന്ന് നോക്കുകയാണ്.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ടൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എത്ര വോട്ടുകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സേഫ് ആയിട്ടുള്ള മ്യൂസിക്കൽ വൈസ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ പാട്ടിനനുസരിച്ച് എത്ര വോട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നറിയാനുള്ള സമയമാണ്. ശ്രീകുട്ടിക്ക് വേണ്ടി വോട്ട് നൽകിയിട്ടുള്ളവർ ഒന്ന് കാണിക്കൂ. ശ്രീകുട്ടിക്ക് 2 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ആതിരയും ശ്രുതിയുമാണ് ശ്രീകുട്ടിക്ക് വേണ്ടി വോട്ട് നൽകിയിട്ടുള്ളത്. അമൃതയ്ക്ക് വേണ്ടി എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ട്? അമൃതയ്ക്ക് 3 വോട്ടുകളാണ് നൽകിയിട്ടുള്ളത്. ആതിര, ജോയ്സ്, കീർത്തന. നിഖിലയ്ക്ക് എത്ര വോട്ടുകളുണ്ട്? നിഖിലയ്ക്കും 3 വോട്ടുകളാണ്. അപ്പോൾ ശ്രീകുട്ടി, വോട്ടുകളിൽ ശ്രീകുട്ടി ഒരു വോട്ടിന് പുറകിലാണ്. പക്ഷെ അത് റിസൾട്ടിനെ ബാധിക്കുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ ഈ ക്യൂ കാർഡ് നോക്കിയപ്പോൾ സേഫായ ഒരാളുടെ പേര് പറയാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം ബാക്കി 2 പേരും എലിമിനേറ്റഡ് ആയി എന്നല്ല. ജഡ്ജസ്, ഞാൻ ഇനി ഈ 3 പേരിൽ സേഫ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയുടെ പേരാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ അമൃതയാകാം, ശ്രീകുട്ടിയാകാം, നിഖിലയാകാം. അപ്പോൾ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൻ്റെ ഇന്നത്തെ എലിമിനേഷനിൽ സേഫ് ആയിട്ടുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് ശ്രീകുട്ടി, അമൃത, നിഖില. ഇവരിൽ സേഫ് ആയിട്ടുള്ള മത്സരാർത്ഥി നിഖില. കൺഗ്രാറ്റുലേഷൻസ്. നിഖില, അപ്പോൾ എന്തായാലും ദ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൻ്റെ അടുത്ത വാര റൗണ്ടുകൾക്കെല്ലാം സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത റൗണ്ടുകൾക്ക് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി, അമൃത, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നിഖില ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ റിസൾട്ടാണ്. നിങ്ങൾ സേഫ് ആകുമോ ഇല്ലയോ എന്നറിയാനുള്ള സമയമാണ് ഇനി നിങ്ങൾ 2 പേരിൽ ഒരാളുടെ റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അമൃത, ഞാൻ അമൃതയുടെ റിസൾട്ട് ആദ്യം പറയാം. അമൃത, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ സ്റ്റേജിൽ കണ്ട ആൾക്കാരാണ്. ഡേഞ്ചർ സോണിലെത്തി പാട്ട് പാടി തിരിച്ച് സേഫായ ആളാണ്. പക്ഷേ ഈ പ്രാവശ്യവും നമുക്ക് വന്ന ചെറിയ മിസ്റ്റേക്കുകൾ കാരണം വീണ്ടും ഡേഞ്ചർ സോണിലെത്തി. പക്ഷേ നമുക്ക് പാട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇന്ന് സംഭവിച്ചു അല്ലേ? സംഭവിച്ചു. അതുകൊണ്ടാണ് വീണ്ടും ഡേഞ്ചർ സോണിൽ എത്തിയത്. അതുകൊണ്ട് അമൃതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഐ എം സോറി അമൃത, യു ആർ എലിമിനേറ്റഡ്. ഓക്കേ. അമൃത, നമുക്കറിയാം മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 അമൃത മത്സരാർത്ഥിയായിട്ട് ആദ്യം വരുന്നത്. ഒരു സാധാരണ വീട്ടമ്മയായി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ടാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നത്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രൗഡ് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. തീർച്ചയായും. അമൃതയ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഇപ്പോൾ പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമം അങ്ങനെയൊന്നും ഇല്ല. ഇത്രയും വരെയൊക്കെ എത്താൻ സാധിച്ചു തന്നെ എൻ്റെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ജഗദീശ്വരൻ, ഇവരുടെ എല്ലാ അനുഗ്രഹം കൊണ്ടാണ്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫ്ലോർ ഒരുക്കി തന്ന നമ്മുടെ ഫ്ലവേഴ്സ്, ഒരുപാട് നന്ദിയുണ്ട്. എക്സാക്ട്ലി, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉള്ള കണ്ടസ്റ്റൻസ്, എന്താ പറയുക, നമ്മുടെ വീട്ടിലെ ഫാമിലി അംഗങ്ങൾ പോലെയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്യണം. നിങ്ങളുടെ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കണം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ജഡ്ജസ്,
എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്കറിയാം നമ്മൾ തുടങ്ങിയ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റ് ചെയ്ത് പറഞ്ഞു തന്ന് ഇത്രയൊക്കെ ആവാൻ പറ്റിയത് തന്നെ ഒരുപാട് ഭാഗ്യം. അപ്പം ജഡ്ജസിനും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷമുണ്ട്. അമൃതയുടെ ഈ ചിരിയും സന്തോഷവും ഒക്കെ എന്നും ലൈഫിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കണം. ഉണ്ടാവും. ശ്രീകുട്ടി, ഇനി ശ്രീകുട്ടിയുടെ റിസൾട്ടാണ്. ശ്രീകുട്ടി മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 വിന്നറായിരുന്നു. നമുക്കറിയാം നിങ്ങളെല്ലാവരും വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തി ഇന്നത്തെ പെർഫോമൻസിൽ വന്ന ചെറിയ മിസ്റ്റേക്കുകൾ കാരണം ഡേഞ്ചർ സോണിലെത്തി. ഡേഞ്ചർ സോണിലെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? നന്നായോ? ഞാൻ നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടി. ഈ ഡേഞ്ചർ സോണിൽ നിന്ന് കരകയറുമോ? അറിയില്ല, എന്താണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ 2 വോട്ടുകളാണ് ശ്രീകുട്ടിക്ക് കിട്ടിയത്. 3 വോട്ടുകൾ വീതം ലഭിച്ച അമൃതയുടെയും നിഖിലയുടെയും റിസൾട്ട് നമ്മൾ അറിഞ്ഞു. അതിൽ നിഖില സേഫും അമൃത എലിമിനേറ്റഡുമായി. ഇപ്പോൾ 2 വോട്ടുകൾ ലഭിച്ച ശ്രീകുട്ടിയുടെ റിസൾട്ടാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. റിസൾട്ട് പറയട്ടെ. ശ്രീകുട്ടി, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൻ്റെ ഇന്നത്തെ ഡേഞ്ചർ സോണിലെ പ്രകടനത്തിന് നമ്മുടെ ജഡ്ജസ് തന്നിരിക്കുന്ന മാർക്കൊക്കെ കൂട്ടി നോക്കുമ്പോഴുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഐ എം സോറി, യു ആർ എലിമിനേറ്റഡ്. ഓക്കെ. ശ്രീകുട്ടി, നമുക്കെല്ലാവരും ആ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ്, പ്രത്യേകിച്ച് ഞാനും ഈ റിസൾട്ട് പറയുന്നത്. ചാപ്റ്റർ 2 തൊട്ട് കണ്ടു തുടങ്ങിയ ആളാണ്. ബാക്കി എല്ലാ ചാപ്റ്ററുകളിലും ബാക്കിയുള്ള മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കോറസ് ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇന്ന് വന്ന ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് നമുക്കിവിടെ നിന്ന് ഈ മത്സരത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാവരോടും ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയുള്ള ദിവസങ്ങളിൽ മത്സരം കുറച്ച് കടുപ്പമുള്ളതായിരിക്കും, എലിമിനേഷൻ അതിലേറെ കടുപ്പമായിരിക്കും. അപ്പോൾ ഇത്ര നാൾ ഈസി ആയിട്ട് നമ്മൾ സേഫ് ആയതുപോലെ ഇനിയുള്ള റൗണ്ടുകളൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് ഇന്ന് കാണേണ്ടി വന്നത്. ശ്രീകുട്ടി, എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ആദ്യമായിട്ട് ഫ്ലവേഴ്സിന് തന്നെ വലിയൊരു താങ്ക്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. ചാപ്റ്റർ 2 ഗ്രാൻഡ് ഫിനാലയിൽ വിന്നറാവാൻ പറ്റി. അത് കഴിഞ്ഞ് മെഗാ ഫൈനലിൽ ഇവിടെ ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കാൻ പറ്റിയത് സർവേശ്വരനോട് നന്ദി പറയുകയാണ്. ആരും അറിയാതിരുന്ന എന്നിലെ സിംഗർ ഒത്തിരി പേര്, ഈവൻ ബസ് സ്റ്റോപ്പിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഒരു റോട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. അതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അത് ഈ ഫ്ലോറിൽ വന്നതുകൊണ്ടാണ്. എന്നെ ഈ വേദിയിൽ എത്തി നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പാരൻസും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും എല്ലാവരും തന്നെയാണ്. ഹസ്ബൻഡ് പലപ്പോഴും ഇവിടെ ഫ്ലോറിൽ വരാൻ പറ്റാത്തത് ലീവ് കിട്ടാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണമാണ്. ആൾക്ക് ഇത്തിരി സങ്കടം ഉണ്ടാവും, അത് കുഴപ്പമില്ല. ശ്രീകുട്ടി, അമൃത, നിങ്ങൾ 2 പേരുമാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നത്. നിങ്ങളെപ്പറ്റി നമ്മുടെ ജഡ്ജസിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മത്സേട്ടാ. അമൃത, ശ്രീകുട്ടി, നിങ്ങൾ എല്ലാവരും ഇതിൽ മത്സരിക്കുന്ന എല്ലാവരും വിന്നേഴ്സാണെന്ന് അറിയാമല്ലോ. നിങ്ങളും വിന്നേഴ്സായിരുന്നു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആ 3 സ്ഥാനം കിട്ടിയത് ആ ദിവസങ്ങളിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ ആ ഭാഗ്യം, ആ ഉണ്ടായ ആ ദിവസത്തെ നിങ്ങളുടെ പെർഫോമൻസ്, അന്നത്തെ ഭാഗ്യം, അതുപോലെ ഇരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഇന്നും അതുപോലെ തന്നെയാണ്. നിങ്ങളാരും ഒരിക്കലും ഒരു മോശം ഗായകരല്ല. നിങ്ങളെല്ലാവരും ഒന്നാന്തരം ഗായകരാണ്. അതിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും ദൂരം ഈ മ്യൂസിക്കൽ വൈഫിൻ്റെ മെഗാ ഫൈനലിൽ ഇത്രയും ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. പിന്നെ ഇതൊരു മത്സരമാകുമ്പോൾ നമുക്ക് വിന്നേഴ്സിനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഈ മെഗാ ഫൈനലിലും ഒരു വിന്നറിനെ കണ്ടുപിടിക്കണം. ഒന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഉണ്ടാവും. അപ്പം ഇന്ന് നിങ്ങളെ ഭാഗ്യം കടാക്ഷിച്ചില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. സന്തോഷമായിട്ട് ഇരിക്കുക 2 പേരും. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. മഞ്ജരി.
ഒരുപാട് സന്തോഷമാണ് നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് ഇത്രയും ഒരു പുരോഗമനം ഉണ്ടായി എന്നുള്ളത് കാണുമ്പോൾ അഭിമാനവും തോന്നും. നമ്മൾ ആദ്യം മുതൽ നിങ്ങളുടെ കൂടെ ഈ യാത്രയിലുണ്ട്. സംഗീതം എന്ന് പറയുന്നത് സരസ്വതി ദേവി കടാക്ഷിച്ച് തരുന്ന ഒരു സിദ്ധിയാണ്. അപ്പോൾ ഈ സംഗീതത്തിനോട് നമ്മൾ എത്രമാത്രം സത്യസന്ധത കാണിക്കുന്നോ സംഗീതം നമ്മളോടൊപ്പം ഉണ്ടാവും. അതാണ് അതിൻ്റെ സത്യം. ചേച്ചി അമൃത, ശ്രീകുട്ടി ചേച്ചി, മക്കളെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രേക്ഷകരുണ്ട്. അവരിൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ മികച്ചവരായി പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊന്നും ഇങ്ങനെ ഒരു വേദി കിട്ടിയിട്ടുണ്ടാവില്ല. അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്താണ് നിങ്ങൾ ഈ 11 പേര് ഇവിടെ ഉള്ളത്. സോ മനസ്സിലെപ്പോഴും ആലോചിക്കുക, ഞങ്ങൾ വിന്നേഴ്സാണ്. എൻ്റെ മനസ്സിൽ നിങ്ങൾ 2 പേരും വിജയിച്ചിട്ടുള്ളവരാണ്. ലവ് യു സോ മച്ച്. ഓൾ ബ്ലെസ്സിങ്സ്. എല്ലാം അടിപൊളിയാവും കേട്ടോ. ലക്ഷ്മി ചേച്ചി, ബെസ്റ്റ് വിഷസ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. ആക്ച്വലി ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എപ്പോഴും ഐ വാസ് തിങ്കിങ് ഇവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ജോലിന്ന്. അത് ആക്ച്വലി ഡിഫിക്കൽട്ട് ആയിരുന്നു ടു സെലക്ട് യു, ബട്ട് ഐ വാസ് സീയിങ് ദം ഓൾസോ സ്ട്രഗിൾ വിത്ത് ഫൈൻഡിങ് 2 people ടു എലിമിനേറ്റ്. ബട്ട് എനിവേ, ഈ 2 പേരിൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് വിന്നിങ് ആറ്റിറ്റ്യൂഡ്. ഇതാണ് ദിസ് ഇറ്റ് സെൽഫ് ഇസ് യുവർ വിന്നേഴ്സ്. മൈ ബെസ്റ്റ് വിഷസ് ടു ബോത്ത് ഓഫ് യു. അപ്പോൾ ശ്രീകുട്ടി, അമൃത, നിങ്ങൾ 2 പേരും ഇവിടുത്തെ ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ ഇനിയും കാണണം. എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും സർട്ടിഫിക്കറ്റും മൊമെൻറ്റും ഉണ്ട്. അത് നൽകാനായി നമ്മുടെ 4 ജഡ്ജസിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമൃതയ്ക്കുള്ള സർട്ടിഫിക്കറ്റും മൊമെൻറ്റും ഉണ്ട്. മൊമെൻറ്റോ നൽകാനായി ഞാൻ ലക്ഷ്മി ചേച്ചിയെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അമൃതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകാനായി ആശ ചേച്ചിയെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ശ്രീകുട്ടിക്കുള്ള മൊമെൻറ്റ് നൽകാനായി ലക്ഷ്മി ചേച്ചി ക്ഷണിക്കുന്നു. ഒപ്പം സർട്ടിഫിക്കറ്റ് നൽകാനായി മതിച്ചേട്ടനെയും മഞ്ജരിയും ക്ഷണിക്കുന്നു. അപ്പോൾ അമൃത, ശ്രീകുട്ടി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സംഗീതം കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അറിയാം. ആ സംഗീതം കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ആ യാത്രയിൽ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജഡ്ജസ്, അങ്ങനെ നമ്മുടെ എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 2 മ്യൂസിക്കൽ വൈസ് ആണ് നമ്മുടെ ഈ ഷോയിൽ നിന്ന് വിട പറഞ്ഞത്. 9 മ്യൂസിക്കൽ വൈസ് ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. ആ 9 പേരിൽ 5 പേർ ഇന്ന് ഗോൾഡൻ ബസർ നേടിയ ആൾക്കാരാണ്. അവരിൽ ഇന്ന് ആരായിരിക്കും ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ചടങ്ങിലോട്ട് കടക്കുമല്ലേ? അപ്പോ ആ 5 പേർ എന്ന് പറയുന്നത് ശ്രീകുട്ടി പ്രശാന്ത്, ആതിര വിജയൻ, ആതിര രജേഷ്, ജോയ്സ്, ഒപ്പം ശ്രീഷ്മ. അപ്പൊ എന്തായാലും നിങ്ങൾ 5 പേരിൽ ആരാണ് ഇന്ന് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ പോവുകയാണ്. നമ്മുടെ കൗണ്ട് ഡൗൺ ദാ ഇവിടെ തുടങ്ങുവാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. മ്യൂസിക്കൽ വൈസ് മെഗാ ഫൈനലില് ഇന്ന് ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുന്നു ജോയ്സ്. അപ്പോ ജോയ്സിന് കിരീടം അണിയിച്ചു കൊടുക്കാനായി ലക്ഷ്മി ചേച്ചിയെ ഞാൻ ക്ഷണിക്കുകയാണ്. നല്ല മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? അതെ.
ജോയ്സ്, അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അടുത്ത ആഴ്ചയും ഈ ഗോൾഡൻ ചെയർ നിലനിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, കൂടെ നിങ്ങളും. അപ്പൊ പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 12ാം വാര മത്സരങ്ങൾ ദാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച പുതിയ റൗണ്ടുകൾ, പുതിയ പാട്ടുകൾ. അപ്പോ ഈ വാശിയും പോരാട്ടവും അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ പവേർഡ് ബൈ MCR പ്യൂർ കോട്ടൺ ക്ലബ്. ബൈ, Good night, sweet dreams.